നമസ്കാരം. വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. സർവകലാശാല വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് മുറുകുമ്പോൾ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതിൻ്റെ പേരിൽ വിരമിച്ച ശേഷവും സർക്കാരിൻ്റെ വേട്ടയാടലുകൾക്ക് വിധേയയാകേണ്ടി വന്ന ഡോക്ടർ സിസ തോമസ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു. സ്വാഗതം. അങ്ങ് ഡോക്ടർ സിസ തോമസ്, അങ്ങ് കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ കാലമായി മാധ്യമങ്ങളിലൊക്കെയും വാർത്തകളിലൊക്കെയും ഒരു ശ്രദ്ധേയ മുഖമായിരുന്നു. അത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം വന്ന് കെ ടി യുവിൻ്റെ വൈസ് ചാൻസലർ എന്ന പദവി ഏറ്റെടുക്കേണ്ടി വരുന്നു. ആക്ടിംഗ് ആണെങ്കിൽ പോലും ആ പദവി അന്ന് ഏറ്റെടുക്കേണ്ടി വന്നൊരു സമയത്ത് ഗവർണറും സർക്കാരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. പക്ഷെ അതിൻ്റെ ഭാഗമാകേണ്ടി വന്നു. അതിനുശേഷം വിരമിച്ചതിന് ശേഷവും പെൻഷൻ പോലും നൽകാത്ത രീതിയിൽ ഇപ്പോഴും ആ നിയമയുദ്ധം അവസാനിച്ചിട്ടില്ല. ഒരു പൊടുന്നനെ അതായത് ഒരു വിരമിക്കുന്നതിൻ്റെ ആ ഒരു അവസാന വർഷങ്ങളിലൊക്കെ പൊടുന്നനെ വന്നൊരു മാറ്റം, അതെങ്ങനെയാണ് ഈ സർവീസ് കാലയളവിലും വിരമിച്ച ശേഷമൊക്കെ അതെങ്ങനെയാണ് ആ ഒരു വെല്ലുവിളിയൊക്കെ നേരിട്ടത് എങ്ങനെയായിരുന്നു? 1991 ജോയിൻ ചെയ്യുന്നത്. അപ്പം ഏതാണ്ട് ഒരു 22 വർഷം 32 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നമ്മൾ ഒരുപാടൊന്നും, ഒരു അധ്യാപകരെന്ന് പറയുമ്പം ഒരുപാടൊന്നും ഈ പൊളിറ്റിക്സുമായിട്ട് ബന്ധം ഒന്നുമില്ല. ഈ ഇപ്പം പറഞ്ഞ ഗവൺമെൻറ് പോരാട്ടവും ആ വക കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗമേ അല്ല എന്ന് കരുതിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒരു ദിവസം നമുക്ക് ഒരു ഗവർണറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നു, ഇന്ന പോസ്റ്റും കൂടെ അഡീഷണലായിട്ട് എടുക്കാവോ എന്ന് ചോദിക്കുന്നു. അത് ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, ഇതൊരു നമുക്ക് വളരെ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. ഇതല്ല, ഏതൊരു പോസ്റ്റാണേലും ഗവർണർ നമുക്ക് അങ്ങനൊരു നോട്ടിഫിക്കേഷൻ തന്നാൽ നമ്മളത് പാലിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ സർവീസ് ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്കൊക്കെ ഓരോ പോസ്റ്റും പ്രൊഫസറായി, പ്രിൻസിപ്പലായി, സീനിയർ ജോയിൻറ്റ് ഡയറക്ടറായി ഈ പ്രൊമോഷനുകളെല്ലാം തന്നെ ബൈ ദ സിഗ്നേച്ചർ ഓഫ് ഗവർണർ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം ഗവർണറിൻ്റെ ഒരു ഓർഡറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ഓർഡർ കിട്ടുമ്പം അതിനകത്ത് കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ ഒരു അഡീഷണൽ ഡ്യൂട്ടിയും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു എക്സ്ട്രാ ഡ്യൂട്ടി, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യാതെ വേറൊരു ഡ്യൂട്ടിയും കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കിയത്. അതനുസരിച്ച് ചെയ്യാൻ പോകുമ്പം ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി എന്നുള്ള രീതിയിൽ മിനിസ്റ്ററിനെയും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കണ്ട് അനുവാദം വാങ്ങിക്കാൻ ഞാൻ പോയിരുന്നു. എനിക്കത് അനുവാദമല്ല, എനിക്കവരെ കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതി ഇല്ലാതെ എന്ന് പറയുന്നതിനോട് അനുമതിക്ക് ഞാൻ ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് പറയാൻ. അന്ന് അവസാനം അതിൻ്റെ ഈ ഓർഡർ കൈപ്പറ്റി അന്ന് തന്നെ മാഡം ഇവരെ കാണാനായി, മിനിസ്റ്ററെ കാണാനായി പോയിരുന്നു, ബിന്ദു മിനിസ്റ്ററെ കാണാനായി പോയിരുന്നു. പക്ഷെ അനുവാദം കിട്ടിയില്ല, അനുമതി കാണാനായി മിനിസ്റ്റർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഞാൻ അനുവാദം ചോദിച്ചെങ്കിലും തന്നില്ല. അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. മാഡത്തിൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഞാൻ വെയിറ്റ് ചെയ്തു ഒരുപാട് നേരം. പക്ഷേ മാഡം കാണാൻ വിസമ്മതിച്ചു. മാഡം തിരക്കായിരിക്കാം. പക്ഷേ താങ്കൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ KTUവിൽ ജോയിൻ ചെയ്തു. ഞാൻ അന്നത്തെ ദിവസം KTUവിൽ ജോയിൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് നല്ല പ്രതിഷേധമായിരുന്നല്ലോ. അത് പോലീസ് സംരക്ഷണയിൽ ഒരു VCക്ക് വൈസ് ചാൻസലർക്ക് അവിടെ ചുമതലയേൽക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു. അവിടെയാണ് അതൊരു വനിതയായ വളരെ സധൈര്യം വന്ന് പോലീസ് സംരക്ഷണയിൽ പോയി ജോയിൻ ചെയ്യുന്നു. ആ പ്രതിഷേധം അപ്പോഴും ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ടത്? ഒരു ചെറിയ സൂചന ഉണ്ടായിരുന്നു പ്രതിഷേധം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രതീക്ഷിച്ചിരുന്നു. അവിടെ പോയപ്പോൾ കുറച്ചുകൂടെ സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. പോലീസുകാർ തന്നെ അല്പം ബുദ്ധിമുട്ടിയാണ് എന്നെ ഉള്ളിൽ കയറ്റിയത്. നമ്മൾ ഒരു പേർപ്പസിന് പോവുകയാണെങ്കിൽ അത് സാധ്യമാകാൻ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അതെങ്ങനെയെങ്കിലും സാധ്യമാകാനുള്ള ഒരു രീതിയിൽ ഞാൻ പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൊരു പ്രത്യേകമായ ഒരു ഇൻവോൾവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. അതൊരു പോലീസ് കൊണ്ടുപോയി, അതിനൊപ്പം പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പിന്നീട് KTUവിൽ എത്ര കാലം VC എന്ന പദവിയിൽ അങ്ങുണ്ടായി? 5 മാസം.
ആ 5 മാസവും ഒരു ഊഷ്മളമായൊരു ബന്ധം തന്നെയായിരുന്നു സഹപ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് സിൻഡിക്കേറ്റിലും ഒപ്പം ഈ ഗവേണിംഗ് ബോഡിയിലൊക്കെ ഉണ്ടായിരുന്നവരുടെയൊക്കെ ഒരു പെരുമാറ്റ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു 5 മാസം ഒരു ഒരു മനസമാധാനത്തോടെ അവിടെ ജോലി ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ അത് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഒരുപാട് കുട്ടികൾ വിളിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും ജോലിയുമായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ട് വന്നിരുന്നൊരു കാലയളവുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷ അറ്റുപോയി. കാരണം ആർക്കും ഞങ്ങളെ വേണ്ടായോ എന്നുള്ളൊരു തോന്നൽ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റുകളും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പം ഒരുപാട് പേര് ബെനിഫിറ്റഡ് ആവുകയും അവർ എന്നോട് അതിൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം, ചിലയിടത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ സന്തോഷം അതിലൊക്കെ ഉപരിയായിരുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ അങ്ങ് എനിക്ക് തരണം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. എങ്കിലും അവിടെ ഈ സർക്കാർ അനുകൂല സംഘടനകളിൽ നിന്നൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയൊക്കെ നേരിടേണ്ടി വന്നിരുന്നു ഈ 5 മാസം. വന്നിരുന്നു. ചില നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും സിൻഡിക്കേറ്റിലും ബോർഡ് ഓഫ് ഗവേണൻസിലും ഒക്കെ എടുക്കുകയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഒരു സഹപ്രവർത്തകരുടെയിൽ നിന്ന് ഒരു ഊഷ്മളമായൊരു സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ആദ്യം ഉള്ള എതിർപ്പ് കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. 5 മാസം ആയപ്പോഴത്തേക്ക് കുറേ ഒരു നല്ല രീതിയിലുള്ള കുറവ് വന്നിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങ് വിരമിക്കുന്നതിൻ്റെ 1 മാസം മുമ്പാണ് വീണ്ടും അവിടെ നിന്ന്, അതായത് ഉന്നത വിദ്യാഭ്യാസ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ എന്ന പദവിയിൽ നിന്ന് താങ്കളെ ഡീപ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പ്രിൻസിപ്പൽ, ഞാൻ ബാട്ടണിൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട്. അതൊരു ഡീപ്രൊമോഷൻ തന്നെയായിരുന്നു, തരം താഴ്ച തന്നെയായിരുന്നു. പ്രിൻസിപ്പൽ പോസ്റ്റും സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ പോസ്റ്റും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പ്രിൻസിപ്പൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെയാണ് സീനിയർ ജോയിൻറ്റ് ഡയറക്ടറും വരുന്നത്. അങ്ങനെ തന്നെ അത് വിചാരിച്ചുള്ളൂ ഞാൻ. അത് ആ 1 മാസം അവസാന 1 മാസം ഇങ്ങനെ ഒരു പദവിയിലൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു സ്ഥാനചലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ്റിന് ഒരു പ്രയാസം വന്നപ്പം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് വിചാരിച്ചിരുന്നു. റിട്ടയർ ചെയ്യുന്നതിൻ്റെ 1 മാസമൊക്കെ മുമ്പ് നമുക്കൊരു ട്രാൻസ്ഫർ ഒന്നും യൂഷ്വലി ഗവൺമെൻറ് സർവീസിൽ വരാറില്ല. അതുകൊണ്ട് തന്നെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ലാസ്റ്റ് മന്താണ് ഇനി എനിക്ക് സ്വസ്ഥമായി റിട്ടയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായതാണ് ആ ഒരു സ്ഥാന മാറ്റം എനിക്ക് അനുഭവപ്പെട്ടത്. ആ സമയത്തും ഒടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് എന്നെ ആ സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ പോസ്റ്റിലോട്ട് നിന്ന് മാറ്റി പകരം ഒരു മാഡത്തെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ എവിടെ പോകണമെന്ന് അതിനകത്ത് പറയുന്നില്ല. അപ്പം എനിക്ക് ഒരു പോസ്റ്റും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുവാണ്. അതുകൊണ്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അവിടെ നിന്നൊരു ഓർഡർ, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു പോസ്റ്റിംഗ് തരണമെന്നൊരു ഓർഡർ വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം ആ ഓർഡറിനകത്ത് എനിക്ക് പകരം ഒരാൾ വന്നു എന്നല്ലാതെ ഞാൻ എന്ത് പോസ്റ്റിൽ പോകണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം ലാസ്റ്റ് മന്ത് ഓഫ് റിട്ടയർമെൻറ്റിൽ അതെനിക്ക് ഏറെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയത്. ഒടുവിൽ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ. ആ 1 മാസം അവിടെ ആ ഒരു പ്രിൻസിപ്പലായുള്ള അവസാനത്തെ 1 മാസം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, അധ്യാപന ജീവിതവും കുട്ടികളുമായിട്ടുള്ള ഇടപെടലും ബാക്കിയെല്ലാം എൻ്റെ കൊളീഗ്സാണ്. അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാലം തന്നെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത്. പിന്നീട് അതിനുശേഷം ഈ വിരമിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകാനായി ഒരു നിർദ്ദേശം, ആ ദിവസം തന്നെ, വിരമിക്കുന്ന ദിവസം തന്നെ അങ്ങനൊരു ഉത്തരവൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്, അത് വല്ലാത്തൊരു ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു? അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു അല്പം ഞാൻ അഫക്റ്റഡ് ആയ ഒരു കാര്യമായിരുന്നു. 31-ാം തീയതി ആണ്, 30-ാം തീയതി വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ ന്യൂസിലൂടെയാണ് അറിയുന്നത്. എനിക്ക് ചാർജ് മെമ്മോ അല്ല, ഹിയറിങ്ങിന് അപ്പിയർ ചെയ്യണം അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ 31-ാം തീയതി എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ ടി വിയിലൂടെയാണ് ന്യൂസ് ചാനലിലൂടെയാണ് അറിയുന്നതും. അത് 31-ാം തീയതി എന്ന ദിവസം ഞാൻ ഏറ്റവും ഹെക്റ്റിക്കായ ഒരു ദിവസമാണ്.
ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപന മേധാവി എന്നുള്ള രീതിയിൽ അത് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. അന്ന് ആ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റിൽ വന്ന എല്ലാ തുകയും ആ 31-ാം തീയതി വൈകുന്നേരത്തിനകം ചിലവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ KTUവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, ഞാൻ അന്നും വറി ചെയ്തത് നാളെ ഞാൻ മാറിക്കഴിയുമ്പം അടുത്തൊരു പുതിയ ആളെ ഗവർണർ ഉടനെ അപ്പോയിൻ്റ് ചെയ്യും, പക്ഷേ അവരുടെ സിഗ്നേച്ചറും എല്ലാം ആയി വരുന്ന കാലതാമസം കുട്ടികളെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയും കൊണ്ട് ഞാൻ ആ ദിവസം ടൈറ്റ്ലി പാക്ഡാക്കി വെച്ചിരിക്കുകയായിരുന്നു, എല്ലാം തീർക്കണമെന്നുള്ള രീതിയിൽ. അതിനിടയിൽ കൂടെ ഒരു ഹിയറിങ്ങിന് പോയി ആ ഒരു പ്രോസസ്സിലൂടെ പോകാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം വരാൻ പറ്റത്തില്ല, പകരം ഏത് ദിവസം വേണേൽ ഞാൻ ഹാജരാകാം എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഗവൺമെൻറ് സർക്കാർ അത് അംഗീകരിച്ചു. സർക്കാർ അതിന് എനിക്ക് മറുപടി ഒന്നും തന്നില്ല. പക്ഷേ വൈകുന്നേരം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ചാർജ് മെമ്മോ എനിക്ക് കിട്ടുന്നത്. അതിലെന്തായിരുന്നു പറഞ്ഞിരുന്നത്? അതിനകത്ത് പറഞ്ഞിരുന്നത് സർക്കാരിനെ ഡിസൊബീഡിയൻസ് ആണ്, അത് എന്താണ്, അച്ചടക്ക ലംഘനം എന്നാണ് പറഞ്ഞത്. അതായത് ഹിയറിങ്ങിന് ഹാജരാകാത്തത് അച്ചടക്ക ലംഘനമാണ്. അല്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഞാൻ വൈസ് ചാൻസലർഷിപ്പ് ഏറ്റെടുത്തതിൻ്റെ അത് സർക്കാർ ജീവനക്കാരുടെ അച്ചടക്ക ലംഘനമാണെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സസ്പെൻഷനോ അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും രീതിയിൽ സർക്കാർ നടത്തിയിരുന്നതായി ഏതെങ്കിലും രീതിയിലൊരു സൂചന ഉണ്ടായിരുന്നോ? എനിക്ക് അതേപ്പറ്റി, കാരണം എനിക്ക് കൂടുതൽ അറിയില്ല. പലരും സൂചിപ്പിച്ചിരുന്നു ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ 31-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഞാൻ ജീവിതത്തിൽ തളർന്നു പോയൊരു ദിവസമാണ്. പിന്നീട് വിരമിച്ചതിന് ശേഷം താങ്കൾക്ക് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് പിന്നെയും ആ ഒരു വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരുന്നല്ലോ. ഒരു പ്രതീക്ഷിച്ചിരുന്നോ പെൻഷൻ കിട്ടാതെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ടൽ ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്നു? എനിക്ക് ഇത് ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പെൻഷനൊന്നും യാതൊരു കാര്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഞാൻ ഹൈക്കോടതിനെ സമീപിച്ചു. ഒക്ടോബർ മാസം 2023 31 മാർച്ച് 2023 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ച് പെൻഷന് വേണ്ടിയിട്ട്. ഹൈക്കോടതി ഒരു ഈ ചാർജ് മെമ്മോ എല്ലാം വോയിഡ് ആക്കിക്കൊണ്ട് ഒരു ഉത്തരവ് തരികയും ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ടും പിന്നെ ആ ഉത്തരവ് പ്രകാരം എനിക്ക് പെൻഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചപ്പോഴാണ് സർക്കാർ പിന്നെ സുപ്രീം കോടതിയിലിട്ട് അപ്പീൽ പോവുകയും അത് ഫർദറായിട്ട് പിന്നെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് 5th മാർച്ച് 2024 സുപ്രീം കോടതിയിൽ നിന്ന് അത് ഫയലിലെടുക്കാതെ അത് ഹൈക്കോടതിയുടെ അനുകൂലമായി വിധിയുണ്ടായത്. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം പെൻഷൻ ഇപ്പോൾ കിട്ടിയിരുന്നു. അതിനുശേഷമുള്ളൊരു കാലയളവ് സുപ്രീം കോടതിയുടെ വിധി ഉടനെ തന്നെ ഗവൺമെൻറ്റിൽ എത്തിച്ചു. കാരണം ഉടനെ തന്നെ പെൻഷൻ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയും പിന്നെയും അത് കാലതാമസം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം പിന്നെയും 11 മാസം കഴിഞ്ഞു ആ വിധി വന്നിട്ടും അങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ വിരമിച്ച് ടോട്ടൽ ആകെ നോക്കുമ്പോൾ എത്ര വർഷമായിട്ടുണ്ടാകും? 1 വർഷവും 9 മാസവും കഴിഞ്ഞു. ഈ 1 വർഷം 9 മാസമായിട്ടും വിരമിച്ചതിൻ്റെ പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ലീഗലി അത് നിയമ പോരാട്ടം നടത്തുകയാണോ അതിനുവേണ്ടി? ഇപ്പം അതൊന്നും പിന്നീടൊന്നും ചെയ്തിട്ടില്ല. കാരണം ഗവൺമെൻറ് ഒരു RTI പ്രകാരം ഗവൺമെൻറ് പറഞ്ഞത് അവർ അപ്പീൽ പോകുന്നു സുപ്രീം കോടതിയിൽ നിന്നുള്ളതാണ് RTIയുടെ മറുപടിയായി കിട്ടിയത്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പെൻഷൻ തരാതിരിക്കുന്നതെന്നുള്ളൊരു സൂചനയാണ് RTIയിൽ കൂടെ എനിക്ക് ലഭ്യമായത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഫർദറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അങ്ങ് KTUയുടെ VC ചുമതല വഹിച്ചിരുന്ന ആ സമയത്ത് അവിടെ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ രേഖകൾ കാണാനില്ല എന്ന രീതിയിൽ താങ്കൾക്കെതിരെ ഏതെങ്കിലും പരാതിയൊക്കെ പിന്നെയും അങ്ങനെ ഒരു പോരാട്ടം? അത് വളരെ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ഒക്ടോബർ മാസമായിരിക്കാം അങ്ങനെ ഒരു ന്യൂസ് ഹിന്ദു പേപ്പറിൽ കണ്ടാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് KTUവിൽ നടന്ന ഒരു സിൻഡിക്കേറ്റ് മീറ്റിങ്ങിലും അതുപോലെ ഒരു ബോർഡ് ഓഫ് ഗവർണൻസ് മീറ്റിങ്ങിലും 2 തീരുമാനങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല.
അതൊന്ന് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഗവേണൻസിൽ വെച്ചത് ഞാനൊരു ചെറിയ ട്രാൻസ്ഫർ, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ നടത്തിയിരുന്നു എൻ്റെ ഓഫീസ് സ്റ്റാഫിനെയും അങ്ങനെയൊക്കെയുള്ള. നമുക്ക് അത് ആക്ടിനകത്ത് വൈസ് ചാൻസലറിന് പ്രൊവിഷൻ ഉള്ളതാണ് ഇൻറ്റേർണൽ ട്രാൻസ്ഫേഴ്സ് നടത്താമെന്നുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത ഒരു ട്രാൻസ്ഫർ ബോർഡ് ഓഫ് ഗവേണൻസിൽ വെച്ച് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ആ ക്യാൻസൽ ചെയ്തതിനെ എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം അതെൻ്റെ അത് വി സിയുടെ പവേഴ്സിൽ വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് ഞാൻ അംഗീകരിച്ചില്ല. അതുപോലെ അടുത്തതായിട്ട് വന്നത് സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്തു, വൈസ് ചാൻസലറിൻ്റെ മുകളിൽ ഒരു 3 അംഗ കമ്മിറ്റിയെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വൈസ് ചാൻസലറിൻ്റെ മുകളിൽ ചാൻസലറേ ഉള്ളൂ, അത് ഗവർണറാണ്. അപ്പോൾ അദ്ദേഹം അറിയാതെ വൈസ് ചാൻസലർ 3 അംഗ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട വരുന്ന ഒരു കാര്യം എഗെയിൻ ആക്ടിന് എതിരെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് മീറ്റിങ്ങുകളുടെയും മിനിറ്റ്സ് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ഞാൻ ഡിസെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ചാൻസലറിന് ഞാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനായി കൊടുത്തു. അപ്പോൾ ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ മീറ്റിങ്ങുകളുടെ എല്ലാം കൺവീനർ എന്ന് പറയുന്ന രജിസ്ട്രാറാണ്. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ്. അത് ഞാൻ ഒപ്പിടാതെയാണ് ഗവർണറിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് രജിസ്ട്രാറിൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയാണ്. ഞാൻ കൊടുത്ത പേപ്പറിന് പ്രകാരം ഗവർണർ ആക്ഷൻ എടുക്കും. ആ പേപ്പർ തിരിച്ചു കൊടുക്കില്ലല്ലോ. നമ്മൾ ഒരു കാര്യവും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാരം ആക്ഷൻ എടുത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയാണ് ചാൻസലർ ചെയ്യുന്നത്. ആ പ്രകാരം ഗവർണറിൻ്റെ ഓഫീസിൽ നിന്ന് അത് ചെയ്തിട്ടുണ്ട്. ഈ പേപ്പറുകൾ എൻ്റെ കയ്യിലില്ല, പകരം ഒറിജിനൽ രജിസ്ട്രാറിൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ കാണുമെന്നാണ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും, അതായത് ഈ ലീഗലി ഇപ്പോൾ താങ്കൾക്കെതിരെ ഏതൊക്കെ രീതിയിൽ താങ്കൾക്കെതിരെ, അതായത് ഈ അതായത് അച്ചടക്ക ലംഘനം, സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു, VC ചുമതല ഏറ്റെടുത്തു എന്ന് പറയുന്നത് സർക്കാർ അങ്ങനെയാണ് വാദിക്കുന്നത്, അച്ചടക്ക ലംഘനം ഉണ്ടായി എന്ന്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ, അത് തെളിയിക്കാനായി സർക്കാർ താങ്കൾക്കെതിരെ എല്ലാ രേഖകളും ഉണ്ടാക്കുന്നു എന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതാനോ അങ്ങനെ ഒരു ഗഹനമായി അതിനെ അനലൈസ് ചെയ്യാനോ ഞാനില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. ഈ ഇടതുപക്ഷ സംഘടനകളൊക്കെ അന്ന് KTUവിൽ ശക്തമായിട്ട് അങ്ങേക്കെതിരെ വിയോജിപ്പായിരുന്നു എല്ലാ അർത്ഥത്തിലും, എല്ലാ ഘട്ടങ്ങളിലും. ഈ 5 മാസക്കാലം സുഗമമായി ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അവരുടെ ഭാഗത്തുനിന്നുള്ള യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. മാനസികമായൊക്കെ തളർത്തുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ അതന്നും ഞാൻ പറഞ്ഞു, പലരും സഹപ്രവർത്തകരാണ്, ഒരുപാട് വർഷക്കാലം ഒന്നിച്ച് കൂടെ ജോലി ചെയ്തവരാണ്. അപ്പം അത് ചെറിയ രീതിയിലൊക്കെ നമ്മളെ തളർത്തിയിട്ടില്ല എന്ന് പറയുന്നത് കള്ളമായിരിക്കും, പക്ഷേ പിടിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. കൂടെ പല ഘട്ടങ്ങളിലുണ്ടായിരുന്ന സഹപ്രവർത്തകർ അവസാനം 5 മാസമായപ്പോൾ വേറൊരു മുഖം കാണേണ്ടി വന്നു. പിന്നീട് അതിന് ശേഷം, വിരമിച്ച ശേഷവും അവരുടെ നിന്നുള്ള ഒരു സമീപനം, ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നീട് അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന രീതിയിൽ തന്നെയായിരുന്നോ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് സഹപ്രവർത്തകർ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും കാണുന്നുണ്ട് പലരെയും. ആ സർവീസിലിരുന്ന സമയത്ത് അവരതിനോട് വിയോജിപ്പ് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആ വിരമിച്ച ശേഷം ആ ഊഷ്മളമായ ബന്ധം അങ്ങനെ തന്നെ പോകുന്നു, കുഴപ്പമില്ല. ഈ ഒരു സർക്കാരിനും അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനെതിരെ ഇങ്ങനെ ഈ രീതിയിൽ നിയമപരമായി ഇപ്പോൾ ഒരുപക്ഷെ താങ്കളത് ഒരു പോർമുഖത്തല്ല താങ്കൾ, കാരണം പോർമുഖത്ത് 2 രീതിയിൽ നിൽക്കുന്നത് സർക്കാരും ഗവർണറുമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ താങ്കൾ കൂടി അതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വന്നു എന്നാണ്. പക്ഷെ അങ്ങനെ ആകേണ്ടി വന്നപ്പോൾ ഈ വർഷം മുഴുവനും ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഫൈറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ ഒന്ന് തളർന്നു പോകുന്നു, അല്ലെങ്കിൽ മാനസികമായി പിടിച്ചു നിൽക്കണം എന്നൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തളർന്നു പോയിട്ടില്ല എന്ന് തീർത്ത് പറയുന്നത് കള്ളമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, 31 മാർച്ച് ഡേ ഓഫ് റിട്ടയർമെൻറ്റ് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. കാരണം പലരും പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്തും സംഭവിക്കാം എന്ന് പറയുമ്പം ഈ 33 വർഷത്തെ വളരെ സിൻസിയറായിട്ടുള്ള ഒരു അധ്യാപന ജീവിതം
ഒരു പരാജയമായി പോയോ എന്ന് ചിന്തിച്ചു പോയ ഒരു സമയമായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് നമ്മളൊരു സീനിയർ എന്ന് പറയുമ്പം ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഒരുപാട് കുട്ടികളുടെ നമ്മളെ അവർ വളരെ അപ്രീസിയേഷനോടെ കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് കൊടുക്കുന്ന ഒരു എന്താ പറയുക, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് വല്ലാതെ തളർത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ, അല്ലെങ്കിൽ തനിക്ക് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം, ഒരു സമൂഹം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല, ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടി, ആ പ്രൂവ് ചെയ്യണമായിരുന്നു അങ്ങേക്ക്. അത് ഇൻറ്റൻഷനലി ചെയ്തതല്ല, അത് ഒരു ബോൺ ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കുട്ടികൾക്കൊരു റോൾ മോഡലായി കാണിച്ചു കൊടുക്കുക, ആർക്കും ഒരു സമൂഹത്തിൽ റോൾ മോഡലായി കാണിച്ചു കൊടുക്കുക, അത് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കാം എന്നുള്ളതേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ പലരും ഇപ്പോൾ അത് പറയുമ്പം അത് ശരിയാണ് എന്ന് തോന്നുന്നു. അതിന് ഒരു പാഠമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എല്ലാവർക്കും, കാരണം നമുക്കൊരു പ്രയാസങ്ങളോ സെറ്റ് ബാക്കോ വരുമ്പോൾ അത് മനസ്സിനെ എത്ര നേരം നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാ മനുഷ്യരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ജനിച്ച വർഷം തന്നെയാണ് 1967 ബോസ്റ്റൺ മാരത്തൺ ആദ്യമായിട്ടൊരു വനിത ഓടി വിജയിച്ചു. അവരുടെ പേര് കാതറിൻ സ്വിറ്റ്സർ എന്നായിരുന്നു. അവർ അന്നത്തെ കാലത്ത് ഒരു മാരത്തൺ ഓടാൻ പെണ്ണുങ്ങളെ അനുവദിച്ചിരുന്നില്ല. കാരണം അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തപ്പം സ്വിറ്റ്സർ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. അവർ ഓടി തുടങ്ങിയപ്പോൾ ഓർഗനൈസേഴ്സിന് മനസ്സിലായി ഇവർ ലേഡിയാണ്, ഇവർ എലിജിബിൾ അല്ല എന്ന്. അപ്പോൾ ഇവരുടെ പുറകെ ഓടി ഇവരുടെ നമ്പർ സ്ലിപ്പ് വലിച്ച് കീറാൻ നോക്കി, അവരെ ഇന്നെലിജിബിൾ ആക്കാൻ. ഇവർ തടുത്തുകൊണ്ട് ഇവർ മുമ്പോട്ട് പോയി. ഇവർ മുമ്പോട്ട് പോയത് മാത്രമല്ല, ഇവരുടെ മെയിലായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ ഈ ഒഫീഷ്യൽസിനെ സ്റ്റോപ്പ് ചെയ്ത് ഇവരെ മുമ്പോട്ട് പോകാൻ അനുവദിച്ചു. അങ്ങനെ അവർ പോയി, അവർ മാരത്തൺ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ലേഡി ടു കംപ്ലീറ്റ് ദ മാരത്തൺ എന്നുള്ള ടൈറ്റിൽ അവർ മേടിച്ചപ്പം മീഡിയ എല്ലാം ഇതുപോലെ അവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇത് തെറ്റല്ലായിരുന്നോ, ഒരു ലേഡിയോട് ഇത് ചെയ്യണമായിരുന്നോ, ഇത് ചെയ്യാമോ, നിങ്ങളതെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചപ്പം കാതറിൻ സ്വിറ്റ്സർ പറഞ്ഞ വാക്കുകളാണ് എനിക്കെപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നത്. അവർ പറഞ്ഞു, എനിക്ക് 23 മൈൽസ് ഓടാനുണ്ട്, 24 മൈൽസ് ആണെന്ന് തോന്നുന്നു മാരത്തൺ, 24 മൈൽസ് ഓടാനുണ്ട്. ഈ ഗ്രഡ്ജ്, ഈ വിദ്വേഷം, ഈ തളർത്തൽ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓടാൻ പറ്റില്ല. നമ്മൾ ഓടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്ത് കാര്യവും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ തളർത്തുന്ന ഒന്നും നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു ചിന്ത, അത് അപ്പം കളയണമെങ്കിൽ ആ കളഞ്ഞാൽ മാത്രമേ ഭാരമില്ലാതെ മുമ്പോട്ട് പറക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു ധൈര്യത്തിൻ്റെയോ ഒന്നും ഒരു ഘടകമേ ഇല്ല. പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ ഓർത്തു വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ തളർത്തുന്ന യാതൊന്നും നമ്മൾ മുന്നോട്ടുള്ള ജേണിയിൽ കൊണ്ടുപോകരുത്. നമ്മുടെ മുന്നോട്ടുള്ള ജേണിയെ അത് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെയും താങ്കളെ കൂടെ അന്ന് പഠിപ്പിച്ച വിദ്യാർത്ഥികളും ഒപ്പം ഉണ്ടായിരുന്ന നല്ലവരായ സഹപ്രവർത്തകരായ അധ്യാപകരടക്കമുള്ളവരൊക്കെ ആ സമയത്ത് വിളിക്കുകയോ ഏതൊക്കെ രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ എന്നെ വിളിച്ചു. അവർക്ക് എന്ത് സപ്പോർട്ട് മാഡത്തിന് വേണം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. ഒരുപാട് അവർ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് വേണം എന്നുള്ളത് പല രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കൂടെ ഉള്ള അധ്യാപകരുടെ നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം, എന്താ പറയുക, സ്ട്രെങ്ത് പകരുന്ന രീതിയിൽ ഒരുപാട് പേര് ചെയ്തു. അതിന് മാത്രമല്ല, ഈ 2 കാറ്റഗറി അല്ലാതെ എൻ്റെ അധ്യാപകരായിട്ടുള്ളവർ, പ്രായമുള്ളവർ, വയസ്സായിരിക്കുന്നവർ എന്നെ വിളിച്ചിട്ട് കൂടെ ഉണ്ട്, അവരുടെ പെൻഷൻ എന്നോട് പറഞ്ഞതാണ്, ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അധ്യാപകരുണ്ട്. അവർക്ക് ഞാൻ ഈ ഒരു വേദിയിൽ എനിക്കൊരവസരമാണ് നന്ദി പറയാൻ. എൻ്റെ സാറുമാരെ വരെ, എൻ്റെ കുട്ടികളെ വരെ, എല്ലാവരും ഞാൻ ആരുടെ അടുത്തുനിന്നും യാതൊരു സഹായവും ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷേ അത് ഓഫർ ചെയ്യാനുള്ള പോലും ആ രീതിയിൽ വരെ അവരെനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ രീതിയിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ശരിയെന്ന് തോന്നുന്ന
ഒരു സർവീസിലിരിക്കവേ ഒരു ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ ഭരണകൂടത്തിൽ നിന്ന് പോലും ഈ രീതിയിലൊരു എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായി നിയമ പോരാട്ടം നടത്തിയേ പറ്റൂ. അങ്ങനെ നിയമ പോരാട്ടം നടത്തി വരുമ്പോൾ ഇപ്പോൾ താങ്കൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വരെയാണ് താങ്കളുടെ ഒരു ഫൈറ്റ്. ഈ ഘട്ടങ്ങളിലൊക്കെ ഭീമമായ സാമ്പത്തികമായി നമ്മൾ നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ അത്രയും കരുതിയിരിക്കണം. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങേപ്പോലെ ഈ ഒരു 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 വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട അല്ലെങ്കിൽ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ സാമ്പത്തികമായി നിയമപോരാട്ടം നടത്താൻ വരുന്നൊരു സാമ്പത്തിക ബാധ്യത അതൊരു വലിയൊരു ഘടകം തന്നെയല്ലേ? തീർത്തും അതെ അതെ. ആ ഒരു കൺസേൺ ബാക്കിയുള്ളവർക്കെല്ലാം വേണ്ടി എനിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ഇപ്പോൾ താങ്കൾക്ക് ഏതൊക്കെയോ ഭാഗ്യവശാൽ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാകാം അങ്ങ് ഒരുപക്ഷെ ഇതിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ എല്ലാവർക്കും കഴിയാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് അവർ പിന്തിരിഞ്ഞൊക്കെ പോകേണ്ടി വരുമായിരിക്കും. തീർത്തും തളർന്നു പോകാം. അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു ഫൈറ്റ്, ഇത് ഫൈറ്റാണെങ്കിൽ, ഇത് ഫൈറ്റാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. അത് എല്ലാവർക്കും വേണ്ടി. കാരണം എല്ലാവർക്കും ഇതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഇതുപോലൊരു സമചിത്തതയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെങ്തോ ചില സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ തളർന്നു പോകും. ഞാനും തളർന്നു പോയിട്ടുണ്ട്. അത് കൂടുതൽ തളർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പം അത് ഏറെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാർ ഉണ്ടാകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എക്സാമ്പിളൊന്നും പറയാൻ അറിയില്ല. ഞാൻ അവരെയും മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ ഈ സർവകലാശാല, ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലയിലെ VC-മാരുടെ നിയമനത്തേക്ക് ചൊല്ലി ഇപ്പോഴും സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിൽ തന്നെ ഒരു തുറന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോഹനൻ കുന്നുമ്മൽ ആരോഗ്യ സർവകലാശാലയുടെ VC ആയിരിക്കുന്ന ആ ഒരു മോഹനൻ കുന്നുമ്മൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സർവകലാശാലകളിലും ആക്ടിംഗ് ആണ് VC-മാർ, താൽക്കാലിക ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പോലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ലീഗലി ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാട്ടം അവസാനിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, സർവകലാശാലകളാണ്. നമ്മുടെ അടുത്തൊരു തലമുറയെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ മാതൃക കാട്ടിക്കൊടുക്കേണ്ടത്, ആ കാട്ടിക്കൊടുക്കേണ്ടവർ തന്നെ ഈ രീതിയിൽ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സർവകലാശാലകളിൽ ഉണ്ടാക്കുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് നൽകുന്നൊരു സന്ദേശം എന്തായിരിക്കും? ഒരു ശരിയായൊരു ആരോഗ്യപരമായൊരു രീതി തന്നെയാണോ അവലംബിച്ചു പോകുന്നത്? അതിനെപ്പറ്റി പൊളിറ്റിക്കലായിട്ട് യാതൊന്നും പറയാൻ എനിക്ക് അറിയില്ല തന്നെ. പക്ഷെ കുട്ടികൾ ചില സമയങ്ങളിൽ ഞങ്ങളെ ആർക്കും വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് പേരും വെളിയിലോട്ടൊക്കെ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നതും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും സ്റ്റഡികളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ ചർച്ച നടത്തുകയൊക്കെ ചെയ്യുമ്പം ഇതെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ ബാധിക്കും, നമ്മുടെ തലമുറയെ ബാധിക്കും. എല്ലാവർക്കും വെളിയിലും ഒക്കെ വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെയും അവിടുത്തെ മിടുക്കരായ വിദ്യാർത്ഥികളെയും ബാധിക്കുമെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അതായത് ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ സർവകലാശാലകളിൽ കുട്ടികൾ നേരിടുന്നു ഈ ഒരൊറ്റ കാരണത്താൽ പോലും. അത് അങ്ങേക്ക് VC ആയിരുന്നൊരു ഘട്ടത്തിലൊക്കെ അങ്ങേക്ക് പല ഘട്ടങ്ങളിൽ അത് തോന്നിയിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. അങ്ങേക്ക് ആ ഒരു എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് തോന്നിയത് ഞാൻ VC ആയി എല്ലാവരും അറിഞ്ഞ ആ ദിവസം, ഈ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം ഒരു എക്സാജറേഷനും ഇല്ലാതെ ഏതാണ്ട് 200 കോള് കുട്ടികളുടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുമോ, നാളെ മാഡം പോവുമോ, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുമോ, ഇങ്ങനെ ചോദിക്കുന്ന അത്രയും അവർ വളരെ ആകുലതയോടെ വിളിച്ച്, നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് നമ്മളോട് ചോദിക്കുന്ന അതൊക്കെയായിരുന്നു എൻ്റെ മുമ്പോട്ട് നടക്കാനുള്ള ആ എനർജി. ഞാൻ ചെയ്യണം, എനിക്കൊരു പേർപ്പസ് ഉണ്ട്, ഞാൻ ഇന്നിത് ചെയ്തു കൊടുക്കണം. താൽക്കാലികമാണ്, പക്ഷേ ഇരിക്കുന്ന ദിവസം അത് ചെയ്ത് ആ പെൻഡിങ് ആയിട്ടുള്ളത് തീർക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഫോൺ കോളുകളിൽ നിന്ന് ഉള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കാം കുറേയൊക്കെ. വിരമിച്ച ശേഷമാണ് അങ്ങേക്ക് ഒരു പുനർനിയമനം എന്ന രീതിയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണോ? ഒരിക്കലും അല്ല, ഒട്ടുമല്ല. വളരെ അപ്രതീക്ഷിതമായാണ് ഈ ഒരു ഉത്തരവ് കൈപ്പറ്റുന്നത്. അതെ, തീർത്തും.
അപ്പോൾ ആ ഉത്തരവ് കൈപ്പറ്റിയപ്പോൾ വീണ്ടും സർക്കാരിനെതിരെ വീണ്ടും ഒരു പോർമുഖത്തിലേക്ക് വരുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടാകും. കാരണം സർക്കാർ ഈ ഉത്തരവ് വന്ന പുറത്തായ അന്ന് തന്നെ മിനിസ്റ്റർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം CPM പാർട്ടി അടക്കമൊക്കെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. SFI നേതൃത്വമൊക്കെ ഇപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു പോർമുഖത്ത് വരാനുള്ളൊരു ഒരു ധൈര്യം, അത് വീണ്ടും അതായത് എന്താണോ ഏറ്റെടുക്കുന്നത് അത് ഉറപ്പായും ആ ഒരു ലക്ഷ്യം നേടും. ആ ഒരു മനോബലം, ഒരു മനോധൈര്യത്തിലേക്ക് പുറത്ത് തന്നെയാണ് വീണ്ടും ചുമതലയിലേക്ക് വന്നത്. അതും എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു പോസ്റ്റ് അല്ല. അപ്പം നമുക്കൊരു കസേര കിട്ടുകയാണെങ്കിൽ ആ കസേരയ്ക്ക് ഒരു പേർപ്പസ് ഉണ്ടാകും. അത് ആർക്കെങ്കിലും ഗുണം ചെയ്യാനല്ലാതെ അതൊരു ദോഷം ചെയ്യാനല്ല എന്ന് തീർച്ചയുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടെ വരുന്ന എന്ത് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അത് ധൈര്യസമേതം അഭിമുഖീകരിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് ഈ താൽക്കാലിക ചുമതലയാണ്, ഇത് എത്ര നാൾ ഉണ്ടാകുമെന്നൊരു ധാരണയൊന്നുമില്ല. പക്ഷേ ആ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ചാൻസലർ എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതാണത് അതിൻ്റെ ഒരു ശരിയല്ലേ? ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ചാൻസലറാണ് പരമാധികാരി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ വിരമിച്ച ശേഷവും അങ്ങയെ എല്ലാ അർത്ഥത്തിലും പെൻഷൻ്റെ കാര്യത്തിൽ പോലും നിയമ പോരാട്ടം ഒരു ഭാഗത്ത് സർക്കാർ നടത്തുമ്പോൾ അതിനുള്ളൊരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണോ ഈ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചുമതല ഏറ്റെടുത്തത്? ഒട്ടും ആലോചിക്കാതെ, അല്ലെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ, എന്നാൽ ഈ അഭിമാനത്തോടുകൂടി ഈ ഒരു പദവി ഏറ്റെടുത്തതും അങ്ങനെ തന്നെയാണ്. ഒരു സർക്കാരിനോടുള്ള ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ കൂടി അതിനെ കരുതിക്കൂടെ? ഇല്ല, ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാം. പ്രതികാരം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നേയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കാതറിൻ സ്വിറ്റ്സറിൻ്റെ കാര്യം, അത് അന്ന് കഴിഞ്ഞ ചാപ്റ്ററാണ്, അവിടെ വെച്ച് കഴിഞ്ഞു. ഇന്ന് എനിക്ക് അടുത്തൊരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അത് എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാൻ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ, എനിക്കത് ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ, ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അതൊരു അമിത വിശ്വാസമൊന്നുമല്ല, ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് അത് ഏറ്റെടുക്കുന്നതാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാനൊരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്യേണ്ട വ്യക്തിയാണ്. സാഹചര്യങ്ങൾ വന്നപ്പം അത് തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് ഏറ്റെടുക്കുമ്പം അത് എനിക്ക് അതിലൂടെ, കുട്ടികളെ സഹായിക്കുന്നതിലൂടെ ഒരു സമൂഹത്തെയും ഈ നാടിനെയും എനിക്ക് എന്തെങ്കിലും എൻ്റേതായിട്ട് സേവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതിപ്പോൾ വീണ്ടും ഇന്ന് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പദവി, VC പദവി ഏറ്റെടുത്തപ്പോൾ ഈ പഴയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളൊക്കെ പിന്നെയും വിളിച്ച് അഭിനന്ദിക്കുക, അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വിളികൾ വന്നിട്ടുണ്ട്. ഇനിയെല്ലാം വൈകുന്നേരം പോയി തിരിച്ചു വിളിക്കണം. ഇവിടെ വന്നപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വന്നപ്പോഴുള്ള ഇവരുടെ സഹപ്രവർത്തകരുടെയൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? അത് KTUവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെയും ഒരു പ്രയാസമുണ്ടാകുമെന്ന്. രാവിലെ വന്നപ്പം വളരെ ബൊക്കയോടെ സ്വീകരിച്ച് വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം ലഭിച്ചു. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് അവർ ചെയ്യുന്ന വർക്കിനെ പറ്റി എൻ്റെ അടുത്ത് ബ്രീഫ് ചെയ്യുന്നു. എനിക്ക് ഈ യൂണിവേഴ്സിറ്റി പുതുതാണ്, KTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേയും കൂടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തതാണ്, എനിക്കറിയായിരുന്നു. ഇവിടെ എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതെല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരികയും സഹകരിക്കുകയും ചെയ്യുന്ന ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസമായിരുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോഴും നിയമ പോരാട്ടം നടക്കുന്നു, പ്രതിഷേധം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയിലും ഈ ഒരു വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യം അത് പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, അതിനെല്ലാം ഒരു പേർപ്പസ് ഉണ്ട്. ഒരു പേർപ്പസ് എന്തോ ആണോ അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആ പേർപ്പസ് തരുന്ന ഊർജം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് കൂടിക്കൊണ്ടിരിക്കുന്നൊന്നോ ആത്മധൈര്യം എന്നോ അങ്ങനൊന്നും വാക്കുകൾ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. അത് എൻ്റെ കേസിലത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവസാന സർവീസിൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഒരു സർവീസിൻ്റെ അധ്യാപക ജീവിതത്തിൽ തന്നെയും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. വിരമിക്കുന്നതിനൊക്കെ അവസാന നാളുകളിൽ, അതിനുശേഷം വിരമിച്ച ശേഷവുമൊക്കെ ഇങ്ങനെ ഒരു പോർമുഖത്ത് അറിയാതെ പോലും അറിയാതെ പോലും വന്ന് ചേരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സർവീസ് ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ചേഞ്ചിനെ, ഒരു മാറ്റത്തേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്?
അതെല്ലാം ഒരു ഫ്ലോ അല്ലേ, ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നോ, അന്ന് അങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊക്കെ ആലോചിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫേസിലോട്ട്, ഒരു അനാലിസിസിലോട്ട് ഞാൻ പോയിട്ടേ ഇല്ല. ആ ഒഴുക്കിനൊത്ത് ഒഴുകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് സത്യം. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിരുന്നോ ഈ വിരമിച്ചിരുന്ന പെൻഷന് വേണ്ടി പിന്നെ കോടതി, സുപ്രീം കോടതി വരെയൊക്കെ കയറി ഇറങ്ങുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ ഒന്നും വേണ്ടിയിരുന്നില്ല, സർക്കാരിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു പദവിയിൽ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു റിഗ്രറ്റ് തോന്നിയിരുന്നോ? അതായത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തൊക്കെ എവിടെയെങ്കിലും ഒരു മരവിപ്പോ, ഒന്നും വേണ്ടിയിരുന്നില്ല, സാധാരണ രീതിയിൽ അങ്ങ് വിരമിച്ചു പോയാൽ മതിയായിരുന്നു, സർക്കാർ എന്താണോ പറഞ്ഞത് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരി തോന്നാതിരുന്ന സിറ്റുവേഷൻസ് ആണ് കൂടുതൽ എന്നുള്ളതാണ്. എപ്പോഴോ 1-2 തവണ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാകാം. അത് പക്ഷേ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നില്ല. ഒരുപാട് നീണ്ടു നിന്നോ അത് എന്താ അടിയുറച്ച് പോകാൻ വിധത്തിലൊന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴോ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും. എല്ലാം നമ്മൾ 2 സൈഡും ആലോചിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അതിനൊരു മുൻതൂക്കം കൊടുത്തിട്ടേ ഇല്ല. ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അധ്യാപികയായി ജോയിൻ ചെയ്ത് ജീവിതത്തിൽ ഒരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലാരിറ്റി, വിസിബിലിറ്റി ഒന്നും ആഗ്രഹിക്കുന്നതേ അല്ല. കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്ത് നമ്മുടെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്ത് അവർക്ക് യൂസ്ഫുൾ ആകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരു അധ്യാപന ജീവിതം തുടങ്ങുന്നത്. അവിടെ ഈ ലൈം ലൈറ്റിൽ വരിക എന്ന് പറയുന്നത് എപ്പോഴോ അത് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ലൈറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് വന്നു എന്നുള്ളൊരു ചോദ്യം തീർത്തും അതാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം തന്നെ. പക്ഷെ ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നു ഇപ്പോൾ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒഴുക്ക് തന്നെയല്ലേ ജീവിതം. ഇപ്പം നിങ്ങൾ വന്നു, ഇതെല്ലാം സെറ്റ് ചെയ്തു, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. നിങ്ങൾ വന്നു പോയി ഇതെല്ലാം റെഡിയാക്കി കഴിയുമ്പം ഞാൻ ഇരിക്കില്ല എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലപ്പം തോന്നുന്നു നിങ്ങൾ ഇതിനു വേണ്ടി വന്നിട്ട് നിങ്ങളെ എനിക്ക് പറഞ്ഞു വിടേണ്ടി വന്നല്ലോ എന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കുന്നു, മുമ്പോട്ട് പോകുന്നു. അവിടെ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറാനാണ് ഞാൻ വന്നത്, അതുകൊണ്ട് കയറണം എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. അവിടെ അതിനപ്പുറമായിട്ടൊരു ഒരുപാട് ചിന്തകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു സംഘടനാ പ്രവർത്തനമോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രീതിയിലും. കാരണം എനിക്ക് ഏറ്റവും വലുതായിട്ട് സന്തോഷമായിട്ട് തോന്നുന്നത്, ഞാൻ കോളേജ് യൂണിയൻ്റെ അഡ്വൈസറായിരുന്നു. അന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CETയിലായിരുന്നു. അവിടെ കുട്ടികൾ, ഞാൻ ഈ കോളേജ് യൂണിയൻ്റെ അഡ്വൈസറായ സമയത്ത് KSUവും SFI മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് KSU വന്നു, അത് കഴിഞ്ഞ് ABVP വന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ പാർട്ടിയുടെ പേര് ഓർമ്മയില്ല, അത് ഒരുപാട് നാൾ നിന്നില്ല, ഒരു FD, അത് 4 പാർട്ടി വന്ന സമയത്ത് ഞാനവിടെ അഡ്വൈസറായിരുന്നു. അപ്പം എനിക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ചായവും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർ വഴക്കിടുമ്പോഴോ ഇടുമ്പോഴോ അതിനിടയിൽ എനിക്ക് ചെന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. നിർത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തിയിട്ടുണ്ട്. അത് എനിക്ക് ഒരു ചായ്വില്ല. ടീച്ചർ എന്നോട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തതാണ് എന്നുള്ള ചിന്തയിൽ എൻ്റെ കുട്ടികൾ എന്നെ അനുസരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് തീർത്ത് പറയാൻ പറ്റും, എനിക്കൊരു രാഷ്ട്രീയമായിട്ടൊരു ചായ്വില്ല. എന്തായാലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.